കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രാജ്യത്ത് ജനസമ്മതി കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലായി. ആ പാർട്ടികൾക്ക് മാത്രം മനസ്സിലായില്ല. അടുത്തിടെ ഉണ്ടായ തോൽവിയെപ്പറ്റി അന്വേഷിച്ച് CPM കാൽ നൂറ്റാണ്ട് പിന്നിലെത്തി. ബംഗാളിലെയും കേരളത്തിലെയും നാട്ടുവഴികളിലിറങ്ങി ചോദിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ ഉത്തരം. ഇനി ചർച്ചയോട് ചർച്ചയും കഴിഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത തത്വങ്ങളും കൊണ്ടുവരും. ജനങ്ങളെ കൂടുതൽ അകറ്റാൻ അത് മതിയാകും. ആരെയും അകറ്റുന്നില്ല. തിരുവാതിർവ ആരംഭിക്കുന്നു. തരൂരിനെ പാർട്ടിയിൽ നിന്ന് തൂത്തെറിയണം എന്നാവശ്യപ്പെട്ടിരുന്ന KPCCയിലെ ഒറ്റയാളെ പോലും കൂട്ടാതെ തരൂർ ചൂലുമായി വിഴിഞ്ഞത്തിറങ്ങി. പാർട്ടി പറഞ്ഞാൽ കേൾക്കാൻ ശശി തരൂരിന് അല്ലെങ്കിലും താല്പര്യമില്ല. മോദി പറഞ്ഞാൽ കേൾക്കാം എന്നാണ് തൽക്കാലം നിലപാട്. ക്യാമറകൾക്ക് മുന്നിൽ മോദിയേക്കാൾ സുന്ദരനാണ് താനെന്ന് തെളിയിക്കുകയും ചെയ്തു. സഫായി, സ്വച്ഛത, क्या हमारा देश स्वच्छ नहीं हो सकता है? अगर 125 करोड़ देशवासी तय कर लें कि मैं कभी गंदगी नहीं करूंगा, तो दुनिया की कौन सी ताकत है जो हमारे शहर गांव को आकर के गंदा कर सके? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാമെന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ രാജ്യത്ത് നമ്മൾ വൃത്തിയായി ജീവിക്കണമെന്ന്, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കുക. പക്ഷെ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എല്ലാം വലിച്ചെറിയും, വൃത്തികേട് കാണിക്കും. स्वच्छ और सुंदर भारत से होगा विश्व विमान हमारा. हमारा गांव, हमारा शहर, हमारा गली, हमारा मोहल्ला, हमारी स्कूल, हमारे मंदिर, हमारे अस्पताल, सभी क्षेत्र गंदगी का नामो निशान नहीं रहने देंगे. കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത്, പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ഒരു ചത്തയിലെ എടുത്ത് ബാഗേജ് ഇടാൻ ആരും ചോദിക്കില്ല നിങ്ങൾ BJP കാരനാണോ കോൺഗ്രസ്സുകാരനാണോ. ഈ സ്ഥലം വൃത്തിയാക്കുക, ജനങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ വെറും ഫോട്ടോ ഓപ്സ് മാത്രമല്ല. നമ്മൾ കുറേ VIPs ഒരു ചൂലെടുത്തിട്ട് 5-10 പടം എടുത്ത് പോയി കണ്ടിട്ടുണ്ട്. അതോടെ ഈ രാജ്യം നന്നാവില്ല നമുക്കറിയണം. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതാണ് തങ്കക്കുട്ടൻ. മാറ്റട്ടെ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ TRP വരാനും ഹെഡ്ലൈൻസ് വിൽക്കാനും ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് വിവാദം വേണം. ഞാൻ വിവാദത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്. ഇതുവരെ നമ്മളുടെ ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് വൃത്തിയാക്കുന്നത് ഒരു രാഷ്ട്രീയ വിവാദമായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്നും ആ സ്പിരിറ്റിലാണ് എന്നെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലം MP ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് മാലിന്യവും ചൂലും ഇല്ലാഞ്ഞിട്ടാണോ തരൂർ ശുചീകരണത്തിന് ഇറങ്ങാത്തത് എന്ന് അന്വേഷിക്കാൻ മാത്രമാണ് മാധ്യമങ്ങൾ ചെന്നത്. തിരുവനന്തപുരത്ത് BJPയുടെ താമര KPCCയുടെ കുളത്തിലാണോ വിരിയുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയും പാവം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ട്. ശശി തരൂരിന് പണ്ടില്ലാതിരുന്ന മാധ്യമ വിരോധവും നരേന്ദ്രമോദിയെ അനുകരിച്ചാണോ എന്നൊരു സംശയം ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളെ അത്രക്കിഷ്ടമല്ലെങ്കിൽ അവരുടെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കാമായിരുന്നു. ഞാനാണ് നിങ്ങളെ ക്ഷണിച്ചത്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വല്ലവരെയും ഇവിടെ വിളിച്ചു, ഒരൊറ്റ മാധ്യമക്കാരൻ ഞാൻ വിളിച്ചു. ഞാൻ നമ്മളുടെ ലോക്കൽ ലീഡേഴ്സിനെ മാത്രമേ വിളിച്ചിട്ട് വരെ ഞാനോ എൻ്റെ ടീമിൽ ഒരൊറ്റ മനുഷ്യനും ഒരു മാധ്യമക്കാരനെ വിളിച്ചിട്ടില്ല. അത് ക്യാമറ ഉണ്ടോ ഇല്ലേ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതിൻ്റെ വൃത്തിയില്ലായുടെ പടം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വൃത്തി വന്ന ശേഷം അതിന് പടം എടുക്കും. അത് മാത്രം മതി ഞങ്ങൾക്ക് മാധ്യമം. ഞാനോ എൻ്റെ ടീമിൽ ഒരൊറ്റ മനുഷ്യനും ഒരു മാധ്യമക്കാരനെ വിളിച്ചിട്ടില്ല. അത് ക്യാമറ ഉണ്ടോ ഇല്ലേ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞാൻ ഒരൊറ്റ ജേർണലിസ്റ്റിനെ വിളിച്ചിട്ടില്ല, ഒരൊറ്റ മാധ്യമക്കാരനെ ക്ഷണിച്ചിട്ടില്ല. ഞാൻ വെറും ഇവിടുത്തെ നിവാസികളെ മാത്രം വിളിച്ചിട്ടാണ് ഇവിടെ ഈ പണിയെടുക്കാൻ വന്നിരിക്കുന്നത്. കിട്ടിയെന്നല്ല, കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. നാട്ടിലിപ്പോൾ ശുചിത്വം ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. എല്ലാ VIP-കളുടെ കയ്യിലും ഓരോ ചൂലുണ്ട്. നാട്ടുകാർ ചൂലെടുക്കും വരെ അവരുടെ ഈ ചൂൽ പ്രേമം തുടരുകയും ചെയ്യും. ചൂലെടുത്തവൻ ചൂലാൽ എന്നൊരു പ്രയോഗത്തിനും സാധ്യതയുണ്ട്.
എല്ലാ VIP-കൾക്കും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ മാത്രം മാലിന്യം കിട്ടാതാകുമോ എന്ന് മാത്രമാണ് സംശയം. Everybody clean up, clean up. Everybody clean up, clean up. Everybody clean up, time to clean up. മോദിജി തുടങ്ങിയ ക്യാമ്പയിൻ ഒരു വളരെ സ്ട്രോങ് ക്യാമ്പയിൻ ആണ്. But before that Mahatma Gandhi started this, Sanjana. Before that Mahatma Gandhi started. So we are not going to give credit to anybody. It is done by Mahatma Gandhi first. I am inspired by the way he came on the street. അന്നത്താനെ സ്ട്രീറ്റിൽ വന്ന് ചെയ്യാൻ ഇന്നത്തെ കാലത്ത്, കാരണം ഇന്ന് എല്ലാവരും അകത്തിരുന്ന് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്ന ഒരു ഇതിൽ തന്നെ വന്ന് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Everybody pick up, pick up. Everybody pick up, pick up. Everybody pick up, time to pick up. ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് തന്നെത്താനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ്, സ്കൂളിലാണെങ്കിലും ഓരോ വീടിൻ്റെ പുറത്താണെങ്കിലും നമ്മൾ തന്നെ വന്ന് ചെയ്യണം. ഇവിടെ പ്ലേ സ്കൂളുണ്ട്, ഇതിൻ്റെ അടുത്ത് എന്തോരം അഴുക്കാണ് കിടക്കുന്നത്. ഇത് ആരാണത് നോക്കുന്നത്? മറ്റുള്ള ഒരാളെ വെയിറ്റ് ചെയ്തിരുന്നാൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് നമ്മൾ കയ്യിലെടുത്ത് ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Them away, pick up the box. Put them away, pick up the books. Put them away, put your things away. Pick up the toys. Put them away, pick up the blocks. Put them away, pick up the books. Put them away, put your things away. നമ്മുടെ ഒരു യൂത്ത് ബേസ്ഡ് കൺട്രിയാണ് ഇന്ന്. അപ്പം ഓരോ യൂത്തും ഈ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യ വിൽ ബി എ ക്ലീൻ ഇന്ത്യ. ഈ ക്യാമ്പയിൻ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഡെഫിനറ്റ്ലി എന്നെ കൊണ്ട് പറ്റുന്നത്രത്തോളം. ഞാൻ കേരളത്തിലല്ല ഇന്ന് ജീവിക്കുന്നത്, പക്ഷേ എനിക്ക് വരാൻ പറ്റുമ്പോൾ എപ്പോഴും ഞാൻ വരും. കൂടുതൽ ഏരിയകളിൽ എനിക്കിത് നടാനും ക്ലീൻ ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ടാറോ സിമന്റോ ചെയ്ത റോഡിലെ ഇലകൾ തട്ടിമാറ്റുന്ന എന്തോ ഒന്നാണ് സ്വച്ഛ ഭാരതം പരിപാടിയെന്ന് ഇതൊക്കെ കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മാലിന്യമില്ലാത്ത ഭാരതത്തിന് ചൂല് കഴിഞ്ഞാൽ വേണ്ട പ്രധാന ഉപകരണം മുന്നിലെ ക്യാമറയാണെന്നും ആളുകൾ വിശ്വസിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. ശരിക്കുള്ള മാലിന്യം കണ്ടാൽ എന്ത് ചെയ്യണം എന്നറിയാത്തവരാണ് ഇവരിൽ പലരും എന്ന് മാത്രം ഓർത്തുകൊള്ളുക. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടിടുന്നത്. ആരെങ്കിലും ഇതിനെ ഓഫ്കോഴ്സ് മീഡിയ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Everybody clean up, clean up. Everybody clean up, clean up. Everybody clean up, time to clean up. Pick up. Everybody pick up, pick up. Everybody pick up, pick up. Everybody pick up, time to pick up. അതെ അതെ സഞ്ജു മോളെ വരൂ. ഒരു കണക്കിന് ജനങ്ങൾക്ക് വളരെ നല്ലൊരു സന്ദേശമാണ് ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റികൾ നൽകുന്നത്. നമ്മൾക്ക് നമ്മളെയുള്ളൂ എന്ന സന്ദേശം. ശുചിത്വം ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. VIP-കൾ വരും പോകും, അവർക്ക് ചുറ്റിനുമുള്ള ക്യാമറകളും നമ്മളെത്ര കണ്ടതാണ്. തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്തിൽ നിന്ന് ചില ദൃശ്യങ്ങൾ. സാധാരണ ഒരു അടിസ്ഥാനമായിട്ടൊരു സൗകര്യം ഒരു ബാത്റൂമാണ്. നമ്മളൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ബാത്റൂം ഇരിക്കുന്നതെന്ന്. ഞങ്ങളുടെ ഉള്ള വോളണ്ടിയേഴ്സ് അത് പോയി വൃത്തിയാക്കാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാനിങ്.
പറഞ്ഞിട്ട് 5 കൊല്ലത്തേക്ക് ഒന്നില്ല, ഇപ്പൊ 10 കൊല്ലമായിട്ടുണ്ട് ഈ ബാത്റൂം ഇരിക്കുന്നത്. വിജയിച്ചവർക്ക് MP ആയുള്ള പണി ഉണ്ടെന്നെങ്കിലും പറയാം. തോറ്റവർക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതൊക്കെ വൃത്തിയാക്കാമായിരുന്നില്ലേ എന്നൊരു സംശയം ആർക്കും തോന്നാം. പക്ഷേ ചിലർ ഇവിടെ നിന്ന് തിരിയാതിരിക്കുന്നതാണ് നല്ലത്. അതവിടെ നിൽക്കട്ടെ. ഭരണം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് കേരളത്തിൽ നേരിടാനുള്ള കഷ്ടപ്പാടുകളെ പറ്റിയാണ് ഇനി. തിരുവനന്തപുരത്ത് ഒരു പുതിയ പാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ ശിവൻകുട്ടി MLAക്ക് കണ്ണീരും കൂവലും മാത്രമാണ് കിട്ടിയത്. പ്രതിപക്ഷത്തെ തറവറ്റിച്ചത് മണ്ഡലം വിളിച്ചു പോയി അടിച്ചിന്റെ തലമണ്ണ പൊട്ടിക്കും ഞാൻ. പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വയ്ക്കും. ബഹുമാനപ്പെട്ട MLA ശ്രീ V. ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിലേക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. ഇതുകൂടി പരിഹരിക്കുന്നതിനാണ് LDF സർക്കാർ ഈ പാതയുടെ വികസനം അടിയന്തരമായി ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. 100 കോടി രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കല്ലുകൾ വരെ സ്ഥാപിച്ച ശേഷമാണ് VSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഒഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 3.5 വർഷം UDF സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 2010 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് 2014 ഒക്ടോബർ മാസം 24 തന്നെ ഈ സർക്കാരിന്റെ ഈ ദേശീയപാത വികസന പദ്ധതിയിലുള്ള അവഗണനയുടെ ഉത്തമ ഉദാഹരണമാണ്. LDF സർക്കാർ നീക്കിവെച്ചതുപോലെ ഈ പാതയ്ക്ക് വേണ്ടി മാത്രം തുക നീക്കിവെച്ചിരുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഈ പാതയുടെ പണി എന്നേ പൂർത്തിയാക്കുമായിരുന്നു. അവർ അതിൽ നിർബന്ധിതമായിരുന്നു. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ ആലോചിച്ചോളാം. വേറെ ആരും ഇവിടെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്കറിയാൻ തീരുമാനിക്കാം. അസ്വസ്ഥത കാണിക്കണ്ട, ഒരു അസ്വസ്ഥതയും കാണിക്കണ്ട. ഉള്ള വസ്തുത പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഒരു അസ്വസ്ഥയും കാണിക്കണ്ട, ഒരു അസ്വസ്ഥതയും കാണിക്കണ്ട. അവിടെ ഇരിക്കും മര്യാദയ്ക്ക്, അവിടെ ഇരിക്കും മര്യാദയ്ക്ക്, അവിടെ ഇരിക്കും മര്യാദയ്ക്ക്. അതുകൊണ്ട് ഞാനിവിടെ ഓടുപൊത്തിറങ്ങി വന്ന ആളൊന്നുമല്ല. ഞാൻ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെ പറയാനുള്ള അവകാശമൊന്നും ഇവിടെ ആരും നിഷേധിക്കൊന്നും വേണ്ട. എന്നിട്ട് അരിശം തീരാഞ്ഞിട്ട ആ കുട്ടി വേദി തന്നെ വിട്ടിറങ്ങിപ്പോയി. ചടങ്ങിന് സ്വാഗതം പറയലായിരുന്നു ശിവൻകുട്ടി അണ്ണന്റെ ജോലി. 49 പേരെയും സ്വാഗതം പറഞ്ഞ വേദിയിൽ ക്ഷണിച്ചിരുത്തിയിട്ട് ഒരൊറ്റ പോക്കായിരുന്നു. എങ്ങനെ പോകാതിരിക്കും? ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാൻ നോക്കാം. ഈ 49 ആൾക്കാരെ വിളിച്ചെങ്കിലും ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും 100 കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നതിൽ ഞാൻ ശക്തിയായി തന്നെ പ്രതിഷേധിക്കുകയാണ്. എന്ന് മാത്രമല്ല, എനിക്കറിയാം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തലസ്ഥാന നഗരിയിൽ നടന്നിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ ക്ഷണിക്കുമായിരുന്നു. അദ്ദേഹം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം G. കാർത്തികനെ അതിനുവേണ്ടി അയക്കുമായിരുന്നു. ഇത് ഒരു രാഷ്ട്രീയമായി തന്നെ ഒരു പക്ഷപാതമാണ് ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ എന്നോട് ഫോൺ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചെന്ന് വെരിഫൈ ചെയ്തു. ഈ 47 പേരെ വിളിച്ചില്ലെങ്കിൽ അങ്ങേ 49 ക്ഷണിച്ചിട്ടും അങ്ങേ ക്ഷണിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നെ ക്ഷണിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ശക്തിയായി തീർച്ചയായിട്ടും എനിക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്കത് ന്യായീകരിക്കാൻ ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ
ഞാൻ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തി പുറത്തു പോവുകയാണ്. പദ്ധതി രേഖ സമർപ്പണം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം മന്ത്രി ശ്രീ VS ശിവകുമാർ അവർ പദ്ധതി രേഖാ സമർപ്പണത്തിലേക്കായി ശ്രീ VS ശിവകുമാർ അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. BJPയുടെ യുവജനപ്പട ഇപ്പോൾ നിൽക്കുന്നത് സദാചാര വിപ്ലവം നടപ്പാക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായാണ്. കോഴിക്കോട്ടൊരു ചായക്കടയിൽ ആണും പെണ്ണും ഉമ്മ വയ്ക്കുന്നു എന്നതാണ് യുവമോർച്ചയിലെ മാന്യന്മാരെ പ്രകോപിപ്പിച്ചത്. വൃത്തിയില്ലാത്ത വർഗം, നാണക്കേട്, സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ, ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചോടിച്ച് ഇരുപച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. പാർക്ക് ഗ്രൗണ്ട് വളച്ചു കെട്ടിയിട്ട് അനാശാസ്യ കേന്ദ്രമായിട്ട് മാറ്റിയ ആ ഉടമയ്ക്കെതിരെ ഒന്നാമതായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ നടപടിയെടുക്കണം. ഞങ്ങളൊരു AC റൂമോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂമോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റൂമോ ഒരു ഗസ്റ്റ് റൂമോ അല്ലെങ്കിൽ ഒരു കർട്ടൻ കൊണ്ട് മറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വാള് വെച്ചിട്ടുള്ളതോ യാതൊരു ബാരിയേഴ്സുള്ള ഒരു സംഗതിയില്ല. അതിപ്പോൾ ഫൈൻ ഡൈനിലെ ഏരിയ ആയാലും ഔട്ട്സൈഡിലെ ഏരിയ ആയാലും തുറന്ന് ആർക്കും എപ്പോൾ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അനാശാസ്യത്തിന് കൂട്ടുനിൽക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം ഇത്തരക്കാരെ വ്യാപാര വ്യവസായ സംഘടനകളിൽ നിന്നും പുറത്താക്കി അത് അടച്ചുപൂട്ടാനുള്ള സംവിധാനമാണ് ഇത്തരം സംഘടനകൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആ സ്ഥലം ഒന്ന് കാണണം. എത്ര തുറസായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഏരിയ, ഒരു റൂഫ് പോലും ഇല്ല അതിന്. ഏത് ബിൽഡിംഗിൽ നിന്ന് നോക്കിയാലും ആ ഏരിയ കാണാൻ പറ്റും. ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ടല്ലോ സറൗണ്ടിങ്സിൽ. ഈ CD 4 മിനിറ്റോളം കാണുന്ന ഈ CD ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ നാളെ ഒരുപക്ഷെ റെയിൽവേ ട്രാക്കിന്റെയും അല്ലെങ്കിൽ മറ്റെവിടെയും ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഈ CD പരസ്യമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും. എന്നിട്ടെങ്കിലും ഗവൺമെന്റ് നടപടി എടുക്കട്ടെ. അല്ല, മാധവൻ ചേട്ടനായിരുന്നോ? ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പുകടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോട് മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അത് തൊട്ട് കയറി ഇരിതായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. ചുമ്മാതല്ല ഇവരുടെ പാർട്ടിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടാത്തത്. 18-ാം നൂറ്റാണ്ടിലെ മനസ്സുമായി ജീവിച്ചിട്ട് 21-ാം നൂറ്റാണ്ടിൽ വോട്ട് ചോദിച്ചാൽ എങ്ങനെ ശരിയാകും? അവരങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഉമ്മ വയ്ക്കാൻ പോയിട്ട് മുഖത്ത് നോക്കാൻ പോലും ആളില്ലാത്തവർ അവരുടെ ദുഃഖം ഇങ്ങനെയല്ലാതെ എങ്ങനെ തീർക്കും? യുവമോർച്ചക്കാർ ചെറുപ്പക്കാരായതുകൊണ്ട് കാണിച്ചത് അവിവേകമാണെന്ന് വിചാരിച്ചാലും BJPയുടെ മുതിർന്ന നേതാക്കൾ കൂടെ നിന്ന് തുള്ളുന്നത് കാണുമ്പോഴാണ് രസം. പറയുന്ന കേട്ടാൽ യുവമോർച്ചയുടെ ഓഫീസ് ഹോട്ടലുകാർ അടിച്ചു തകർത്തു എന്ന് തോന്നും. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർ ആ ഹോട്ടലിൽ അന്വേഷിക്കാൻ ചെന്നിരുന്നു. സമൂഹത്തിലെ തീവ്രതകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെന്ന നിലയിൽ യുവമോർച്ചയുടെ പ്രവർത്തകർ അന്വേഷിക്കാൻ ചെന്നപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ചെന്ന പ്രവർത്തകരെ ഹോട്ടൽ ഉടമയും തൊഴിലാളികളും കയ്യേറ്റം ചെയ്യുകയും അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഭീകരമായി മർദ്ദിക്കുകയും അവിടെ സംഘർഷത്തിന് മുതിരുകയും ചെയ്തിട്ടുള്ള ഹോട്ടൽ ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്. കുറച്ചു കാലമായി ചില ആശ്രമങ്ങളിൽ നിന്നും കടുപ്പമേറിയ ദൃശ്യങ്ങൾ പലതും പുറത്തു വരുന്നുണ്ട്. അടിച്ചു തകർക്കാൻ അവിടെയൊന്നും യുവമോർച്ചക്കാരെ കണ്ടിട്ടേയില്ല. വിവാഹിതരല്ലാത്തവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്നത് പാർട്ടി നയമാണെങ്കിൽ
BJPയുടെ സ്ഥാപക നേതാക്കൾക്ക് വരെ പണ്ടേ സ്വന്തം വാസസ്ഥലം നഷ്ടമായേനെ. ഏതായാലും സദാചാരം അന്വേഷിക്കാൻ പോയ യുവമോർച്ചക്കാരെ ക്രൂരമായി മർദ്ദിച്ചത് ശരിയായില്ല. യുവമോർച്ച അവിടെ പോയത് ഈ കാര്യം അന്വേഷിക്കാനാണ്. ആ ഹോട്ടലിൽ പോയി അന്വേഷിക്കുന്ന സമയത്ത് ധിക്കാരപരമായി പെരുമാറുകയും കയ്യേറ്റം ചെയ്യുന്നതും ശരിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമില്ലേ? അല്ല, അങ്ങനെ കയ്യേറ്റം നടക്കുന്നതും ഞങ്ങൾ കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കയ്യേറ്റമോ അല്ലെങ്കിൽ ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ അങ്ങനെ സൃഷ്ടിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുണ്ട്. മർദ്ദനം അത്രമേൽ ക്രൂരമായിരുന്നതിനാൽ ഹോട്ടലിൽ അന്വേഷിക്കാൻ പോയ യുവമോർച്ചക്കാരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരിക്കുമെന്ന് വേണം അനുമാനിക്കാൻ. ഹോസ്പിറ്റലായാലും ചെയ്തിട്ടില്ല. ചില പരിക്കുകളുണ്ട്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സൈക്കിൾ യജ്ഞം കൂടി കണ്ട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാം. അതാകുമ്പോൾ സദാചാര പ്രശ്നമൊന്നും തീരെയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം വടിവത്തതാകണമെന്നുണ്ടോ? മണിക്കൂറുകളോളം ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാതെ നിങ്ങളുടെ ശരീരം വടിവത്തതാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ തൈ മസിൽസ് കുറയുവാനും പിൻഭാഗം കുറയുവാനും ശരീരം മൊത്തത്തിൽ കുറയുവാനും വിരിഞ്ഞ മാറും ബാക്ക് മസിൽസും ഷോൾഡർ മസിൽസും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ശരീരത്തിലുള്ള കൊഴുപ്പുകളെല്ലാം ഇല്ലാതാക്കി നിങ്ങളെ ആരോഗ്യവാനാക്കുവാൻ ഈ ഉപകരണത്തെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. ബലമുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഉപകരണം. 275 പൗണ്ട് ഭാരം വരെ ഈ ഉപകരണത്തിന് താങ്ങാവുന്നതാണ്. എന്നാൽ ഇതിന്റെ ഭാരമോ വളരെ ലഘുവാണ്. ഇത് സൂക്ഷിച്ചു വെക്കാൻ വളരെ ചെറിയ സ്ഥലം മാത്രം മതി. ചക്രം ഘടിപ്പിച്ചിട്ടുള്ള ഈ ഉപകരണം എവിടെ വേണമെങ്കിലും ഉരുട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. എന്റെ അനുഭവത്തിൽ ഈ ഉപകരണത്തിൽ ഞാൻ വ്യായാമം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ ഫാറ്റ് കുറയുകയും എന്റെ അമിതവണ്ണം കുറയുകയും ചെയ്തു, അതും ഒരേ സമയത്തിൽ. ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങളുടെ സന്ധികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല. ഉടൻ ഫലം തരുന്ന ഒരു ഉപകരണമാണിത്. ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരം വളരെ ലഘുവായി തീരുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ എക്സസൈസ് ചെയ്യുകയാണെന്ന പ്രതീതി ഒരിക്കലും നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ കുറഞ്ഞ് വളരെ ആകർഷണീയമായ ഒരു ശരീരഘടന നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്റെ സ്പോർട്സിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം എന്റെ സ്പോർട്സിൽ തീർച്ചയായിട്ടും നീന്താൻ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയാൻ എന്താന്ന് വെച്ചാൽ എന്റെ സ്പോർട്സിനെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഇത് കാരണം കുറയ്ക്കാൻ പറ്റും. ഈ യന്ത്രം മൂലം നിങ്ങളുടെ ശരീരഘടന എങ്ങനെ അത്ഭുതകരമായി മാറുന്നു എന്ന് നിങ്ങൾ തന്നെ കാണൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് കൊഴുപ്പ് കുറയ്ക്കണമെന്നുണ്ടോ ഇതുമൂലം 1 മണിക്കൂറിൽ 820 കലോറികൾ കുറയ്ക്കാവുന്നതാണ്. ഈ ഉപകരണം നിങ്ങൾ തീർച്ചയായും സ്വന്തമാക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യത്തെ മോടി പിടിപ്പിക്കുവാൻ ഇത് തീർച്ചയായും സഹായിക്കും. നിങ്ങളുടെ ശരീരം മെലിയുന്നതിനും ആകാര സൗഷ്ഠവം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഉപകരണം തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്നതിൽ സംശയമേ ഇല്ല. തിരുവാതിര അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശിവസേനയ്ക്ക് ഒരു നന്ദി കൂടി പറയാനുണ്ട്. കേരളത്തിലെ ഒരു വലിയ പാർട്ടിയെ പിളർപ്പിൽ നിന്ന് രക്ഷിച്ചതിന്. മഹാരാഷ്ട്രയിൽ BJPക്ക് ശിവസേന പിന്തുണ നൽകാതിരുന്നെങ്കിൽ NCPക്ക് ആ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നേനെ. പിന്നീട് കേരളത്തിലെ NCP ഉഴവൂർ എന്നും NCP ചാണ്ടി എന്നും രണ്ടായി മാറിയേനെ. ഇനി ഒരു പിളർപ്പ് കൂടി താങ്ങാനാകാത്ത കേരളത്തെ കരുതിയാകണം ഉദ്ധവ് താക്കറെ ആ തീരുമാനമെടുത്തത്. തിരുവാതിര വീണ്ടും അടുത്തയാഴ്ച. മുൻ ആഴ്ചകളിലെ എപ്പിസോഡുകൾ മനോരമ news.com കാണുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.